ഹലോ ഫ്രണ്ട്സ്, ജസ്റ്റ് ട്രൈ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയിലാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മളുടെ ഇന്നത്തെ കോട്ടപ്പുറം യാത്ര ആരംഭിച്ചിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്നുമാണ്. നോർത്ത് പറവൂരിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത്. കോട്ടപ്പുറം ഫോർട്ട് എത്താറായിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള ബോർഡ് ഇവിടെ കാണാം നമുക്ക്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ ആകാശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നത്. ഇതാന്ന് തോന്നുന്നു പാർക്കിംഗ് ഏരിയ. ഇവിടെ 4-5 കാറുകൾക്ക് മാത്രമേ ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ. വണ്ടി അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എൻട്രൻസിലേക്ക് പോവാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ വ്യൂ നല്ല രസമായിട്ടുണ്ട്. ഒരു പുഴയാണ്, അതിൽ നിറയെ ചീനവലകളും ഇതുപോലെ ഇടയ്ക്ക് വഞ്ചികളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഈ കാണുന്നൊരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടീ ആൻഡ് സ്നാക്സ് ഷോപ്പും കാണാൻ പറ്റും. ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 10 രൂപയാണ്. നമുക്കിനി കയറിയാലോ. ഇവിടെ വിസിറ്റിംഗ് ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബോർഡാണ് കാണാൻ പറ്റുന്നത്. കോട്ട സ്ഥിതി ചെയ്യുന്നത് പഴയ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളുടെ അതിർത്തിയിലാണ്. നമുക്ക് അതിൻ്റെ ഒരു എവിഡൻസ് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് ഇവിടുത്തെ ഒരു അതിർത്തി കല്ലാണ്. ഇതിൽ കോ എന്നെഴുതിയിരിക്കുന്നത് കൊച്ചിയുടെ സൈഡും അതുപോലെ തന്നെ ഇവിടെ തീ എന്നെഴുതിയിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ സൈഡുമാണ്. ഇപ്പോൾ നമുക്കിവിടെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പണ്ട് ഡച്ചുകാരുടെ ആക്രമണത്താലും ടിപ്പുവിൻ്റെ പടയോട്ട സമയത്തും ഇവിടെ ഈ കോട്ട ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ അവശിഷ്ടങ്ങൾ മാത്രമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ് 1503 പോർച്ചുഗീസുകാരാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. 1909 മുതൽ ചരിത്ര സ്മാരകമായിട്ട് ഇതിനെ നോക്കിക്കൊണ്ടുവരുന്നത് ട്രാവൻകൂർ സർക്കാരാണ്. 2010 ശേഷം ഇത് നോക്കി നടത്തുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള മുസിരീസ് പ്രൊജക്റ്റിൻ്റെ കീഴിലാണ്. ഇനി നമുക്ക് ഫോർട്ടിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ എല്ലാം പോളികാർബൺ ഷീറ്റ് നല്ല വൃത്തിയായിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, 1503 ഈ ബിൽഡിംഗ് പണി കഴിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 500 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. പോർച്ചുഗീസുകാർ പണിത കോട്ടയാണെങ്കിലും പിന്നീട് അത് പാലിയത്തച്ഛന്മാരുടെ സഹായത്താൽ ഡച്ചുകാരത് പിടിച്ചെടുത്തു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് പാലിയത്തച്ഛന്മാർക്ക് ചേന്നമംഗലത്ത് പാലിയം കൊട്ടാരം ഡച്ചുകാർ പണി കഴിപ്പിച്ചു കൊടുത്തത്. പാലിയം കൊട്ടാരവും എല്ലാവരും എന്തായാലും പോയി കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. അതും ഈ മുസിരീസ് പ്രൊജക്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് റിനോവേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്.
ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള പുരാതനമായ കോട്ടപ്പുറം മാർക്കറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾ അതും എന്തായാലും കാണണം. ഇത് കായലിനോട് ചേർന്ന് തന്നെയുള്ള വളരെ സൈലൻ്റ് ആയുള്ള ഒരു ഏരിയയാണ്. റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് വലിയ മരങ്ങളും കാണാവുന്നതാണ്. മുസിരീസ് പ്രൊജക്റ്റിൻ്റെ കീഴിൽ ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പറവൂർ കൊടുങ്ങല്ലൂർ സൈഡിലുള്ള പഴയ മുസിരീസ് പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു ബോട്ട് റൈഡാണത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു യാത്രയും ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.